Divisional Accountant Officer, Important One-Word Questions, Part 9. Posting in Ledger, Balancing of Accounts, Trial Balancing. Chapter-wise question discussion ആണ്. Question number 170. First question. From the following transaction, which items are to be debited and which items are to be credited? താഴെ നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് അതിന് ഏതാണ് അപ്പം നമ്മൾ ഓരോ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട്സ് ഉണ്ട് എന്ന് പഴയ പാർട്ടുകളിൽ, അതായത് പാർട്ട് 8ലും പാർട്ട് 7ലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം അപ്പം ഓരോ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട്സുകളുണ്ട്. ആ ആസ്പെക്റ്റിൽ ഏത് ഡെബിറ്റിലോട്ട് പോവും, ഏത് ക്രെഡിറ്റിലോട്ട് പോവും എന്നാണ് നോക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്കൊരു റൂള് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനെ റൂളെന്ന് പറയാം. അതിൻ്റെ ഡെഫിനിഷൻ, ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഡെഫിനിഷൻ ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഡെബിറ്റ്, എങ്ങനെയാണ് ഡെബിറ്റ് വരുന്നത്, എങ്ങനെയാണ് ക്രെഡിറ്റ് വരുന്നത് എന്നാണ് പറയുന്നത്. റൂളെന്ന് പറഞ്ഞാൽ ഇതാണ്: ഡെബിറ്റ് വാട്ട്സ് കം ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. അപ്പം ഒന്നുകൂടെ പറയാം: ഡെബിറ്റ് വാട്ട്സ് കം ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. എന്താണോ ഒരു ഓർഗനൈസേഷനിൽ അകത്തോട്ട് വരുന്നത്, കംസ് ഇൻ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്താണോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഓർഗനൈസേഷനിൽ നിന്നും പോകുന്നത്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇതൊരു മീനിങ്ങോ ഡെഫിനിഷനോ അല്ല, റൂളാണ്, പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന റൂളാണ്. നമ്മൾ പറഞ്ഞു ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ നമുക്ക് 2 മെത്തേഡുകളാണുള്ളത്: ഗോൾഡൻ മെത്തേഡും മോഡേൺ മെത്തേഡും. മോഡേൺ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയി. അമേരിക്കയിലുള്ള കുറേ അക്കൗണ്ടൻറ്റുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സുകളുണ്ട്. അതിന് നമുക്ക് റിസീവിങ് ആസ്പെക്റ്റ് എന്നും ഗീവിങ് ആസ്പെക്റ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. റിസീവ് ചെയ്യുന്നു, കൊടുക്കുന്നു, ഗീവ് ചെയ്യുന്നു. അപ്പം അതിനെ തന്നെയാണ് വാട്ട്സ് കം ഇൻ വാസ് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട്സ് കം ഇൻ, ഡെബിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇത് നമ്മൾ ഗോൾഡൻ. അപ്പം നമ്മൾ അക്കൗണ്ടുകളെ നമുക്ക് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നോക്കുക. അക്കൗണ്ടുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ റിയൽ അക്കൗണ്ടിലാണ് മെയിനായിട്ടും ഈ റൂൾ ഫോളോ ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്, അല്ലെങ്കിൽ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്. ഒരു ബിസിനസ് ക്യാഷ് ഉപയോഗിച്ച് തുടങ്ങി. അവിടെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത്, ആൻസർ പറഞ്ഞേക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇവിടെ നമ്മൾ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ റൂൾ എങ്ങനെയാണ്? ഡെബിറ്റ് വാട്ട്സ് കം ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. അപ്പോൾ എന്തിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യണം? കംസ് ഇൻ. നമുക്ക് എന്താണ് വന്നത്? ക്യാഷ് വന്നു, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ക്യാഷ് വന്നു. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? നമുക്ക് എന്തായിട്ടാണ് പോയത്? ക്യാപിറ്റലായിട്ടാണ് പോയത്. അപ്പോൾ ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ക്യാപിറ്റലായിട്ട്, ഒരു മൂലധനമല്ലേ പോകുന്നത്. അപ്പം ടു ക്യാപിറ്റലിനെ ക്രെഡിറ്റ്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അങ്ങനെയാണ് ജേണൽ എൻട്രി നമ്മൾ ഫോം ചെയ്യുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തു, ഫർണിച്ചർ വാങ്ങിച്ചു. ക്യാഷ് കൊടുത്തു, ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ആസ്പെക്റ്റുകൾ? റിസീവിങ്ങും ഗീവിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ എന്തോ ഒന്ന് വരുന്നു, എന്തോ ഒന്ന് പോകുന്നു. അപ്പോൾ എന്താണ് വന്നത് നോക്കുക. പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ വന്നു. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് പോയി? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്താൽ നമ്മൾ വാങ്ങിച്ചത്. സോ ടു ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് നോക്കാം. അടുത്ത് നോക്കുമ്പോൾ മൂന്നാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തു, ഗുഡ്സ് വാങ്ങിച്ചു. അപ്പം നമ്മളവിടെ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് എന്ത് ടൈപ്പ് ഗുഡ്സ് ആണെന്ന് പറയുന്നില്ല. സോ അപ്പം നമ്മളതിനെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡിങ്ങിലാണ് നമ്മളത് എഴുതുന്നത്. സോ ഇപ്പോൾ അവിടെ നേരത്തെ ട്രാൻസാക്ഷനിൽ ഫർണിച്ചർ, മെഷീനറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാത് അക്കൗണ്ട് ആ പേര് വെച്ച് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ പോകും. ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ജേണൽ എൻട്രി എന്താ വരേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പം പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് വന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വന്നു. സോ ഡെബിറ്റ് വാട്ട്സ് കം ഇൻ. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസിനെയാണ്. പർച്ചേസ് അക്കൗണ്ട് പോയത് എന്താണ്? ക്യാഷ് പോയി. സോ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു ടു ക്യാഷ്. അടുത്ത നോക്കാം. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനം വിറ്റു. അപ്പം നമുക്ക് നോക്കുക, സാധനം വിൽക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് എന്ത് വരുന്നു? സാധനം വിൽക്കുമ്പോൾ ക്യാഷ് വരുന്നു. വാട്ട്സ് കം ഇൻ ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അവിടെ ക്യാഷും ഉണ്ട്, സെയിൽസ് ആണ്. സോൾഡ് ഗുഡ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, പേര് പറഞ്ഞിട്ടില്ല. സോ അവിടെ സെയിൽ എടുക്കുക, സെയിൽ അക്കൗണ്ട് എടുക്കുക. സെയിൽ അക്കൗണ്ട് എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് പോയത് എന്താണ്? സെയിലായിട്ടാണ് പോയത്. അപ്പോൾ സെയിലിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്.
അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി. നമ്മുടെ ഓഫീസേഴ്സ് എംപ്ലോയീസിന് സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാലറി കൊടുക്കുമ്പം എൻട്രി എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് എന്തായിട്ടാണ് സാലറി ആയിട്ടാണ് നമുക്ക് വരുന്നത്. കംസ് ഇൻ, ഡെബിറ്റ് വാട്ട്സ് കംസ് ഇൻ, സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു. പോയത് എന്താണ്, ക്യാഷ് ആണ് പോയത്. സാലറി കൊടുത്തു, ക്യാഷ് സാലറി കൊടുക്കുമ്പോൾ സാലറി നമുക്ക് സാലറി അക്കൗണ്ട് വാട്ട്സ് കമ്മിൻ. കമ്മിൻ എന്ന് വെച്ചാൽ സാലറി നമുക്ക് ഓർഗനൈസേഷൻ കൊടുക്കുന്നു, പോകുന്ന ക്യാഷ് രൂപത്തിൽ പോകുന്നതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. റിസീവ് കമ്മീഷൻ. നെക്സ്റ്റ് ജേണൽ എൻട്രി, നെക്സ്റ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിസീവ് ജേണൽ എൻട്രിയാണ്. റിസീവ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ക്യാഷ് നമ്മുടെ അതിലോട്ട് വരുവാണ്. ക്യാഷ് വരുമ്പോൾ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, പോയത് എന്ത് രൂപത്തിലാണ്, കമ്മീഷനായിട്ടാണ് പോയത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. പർച്ചേസ് ഗുഡ്സ് ഫ്രം ടോമി. അപ്പം അവിടെ ഒരു പേരാണ് പറയുന്നത്, ടോമിയുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തു. ക്യാഷിനാണെന്ന് പറയുന്നില്ല, ഒരാൾ സപ്ലയറുടെ പേരായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് വന്നതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് വന്നു. അപ്പോൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയില്ല, ഒരിക്കലും പർച്ചേസ് എന്നേ പറയുള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു. ക്യാഷ് എന്ന് പറയില്ല, കാരണം അല്ലെ ഫ്രം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേഴ്സൻ്റെ അക്കൗണ്ട് ആയിരിക്കും പിന്നെ നമ്മൾ എഴുതുന്നത്. ടോമിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ റൂള് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത്രയും ട്രാൻസാക്ഷൻ സോൾവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ റൂൾ ഒന്നുകൂടെ പറയാം. ഡെബിറ്റ് വാട്ട്സ് കം ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഒരു ഓർഗനൈസേഷനിലോട്ട് എന്ത് വന്നാലും, കംസ് ഇൻ എന്ത് വന്നാലും ഓർഗനൈസേഷൻ്റെ രീതിയിൽ ചിന്തിച്ചിട്ട് എന്ത് വന്നാലും അതിനെ ഡെബിറ്റ് ചെയ്യുക. എന്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പോയാലും അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 171. എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ ഓർ വേരിയസ് സ്പെഷ്യൽ ജേണൽ ഈസ് നോൺ ആസ്. അപ്പോൾ നമ്മൾ അവിടെ പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. ഡെബിറ്റും വരുന്നു ക്രെഡിറ്റും വരുന്നു ജേണലിൽ നിന്നും. ഒരു സ്പെഷ്യൽ ജേണൽ ഈസ് നോൺ ആസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കളക്ഷൻ ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിനെ എന്താ നമ്മൾ പറയുന്നത്, കഴിഞ്ഞ പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ലെഡ്ജറാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ലെഡ്ജറാണ്. അപ്പോൾ ലെഡ്ജർ നമുക്കറിയാം, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അവിടെ നമുക്ക് ഡെബിറ്റ് ഓരോ ജേണൽ എൻട്രിയിൽ നിന്ന് ഓരോ അക്കൗണ്ടുകളായിട്ട് എടുത്ത് ആ അക്കൗണ്ടുകൾക്ക് സെപ്പറേറ്റ് ലെഡ്ജറുകൾ ഫോം ചെയ്യും. ഇപ്പോൾ പർച്ചേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷനിൽ നിന്നും ക്യാഷ് എടുക്കുവാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ ക്യാഷ് വരുന്ന ഐറ്റംസ് മൊത്തം നമ്മൾ ആ ഒരു ബുക്കിൽ ലെഡ്ജറിൽ കാണിക്കും. പർച്ചേസ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ട്രാൻസാക്ഷൻസും ആ ഒരു എമൗണ്ട് കാര്യങ്ങളും എല്ലാം ആ ബുക്കിൽ കാണിക്കും. അപ്പം അതിനെയാണ് 171ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലെഡ്ജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 172. ഡാഷ് ഈസ് ദ പ്രിൻസിപ്പൽ മെയിൻ ബുക്ക് ഓഫ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോയി. നമ്മുടെ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ലെഡ്ജർ ജേണലിലോട്ട് എഴുതുന്ന ജേണലൈസിങ്ങും ലെഡ്ജറിലോട്ട് എഴുതുന്ന പോസ്റ്റിങ്ങും. അപ്പം ലെഡ്ജർ എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി ആണ്. സോ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്നറിയപ്പെടുന്ന ബുക്കാണ് ലെഡ്ജർ. 173ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ലെഡ്ജർ ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ മെയിൻ ബുക്ക് ഓഫ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പം ഇതിൻ്റെ ആൻസർ പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻ ഓഫ് ദി പീരീഡ് എന്നാണ്. നമുക്കറിയാം ഒരു പീരീഡിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷനെയും സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പർച്ചേസുകളെല്ലാം സമ്മറൈസ് ചെയ്ത് വെക്കുന്നു, ഇപ്പോൾ ക്യാഷ് എല്ലാം സമ്മറൈസ് ചെയ്ത് വെക്കുന്നു, സെയിലെല്ലാം സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പൽ മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 174. ലെഡ്ജർ ഈസ് പ്രിപ്പയർഡ് ഇൻ ഡാഷ് ഫോർമാറ്റ് ഹാവിങ് 2 ഈക്വൽ സൈഡ്സ്. അപ്പം നമ്മൾ ലെഡ്ജർ വരയ്ക്കുവാണ്. അപ്പോൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു T ഷേപ്പ് ഫോർമാറ്റാണ്. അതിനെ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. T എഴുതുമ്പോൾ നമുക്കറിയാം ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട് ഒരു റൈറ്റ് സൈഡും ഉണ്ട്. അപ്പം അതിനെ ഒരു T ഷേപ്പിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ T ഷേപ്പിൽ നമുക്ക് ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് വരുന്നത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് T ഷേപ്പ് ഫോർമാറ്റിലാണ് നമ്മുടെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 175. ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ലെഡ്ജർ ഈസ് ഡാഷ്.
അപ്പോൾ ഒരു ടി ഷേപ്പിൽ എഴുതുന്ന ലെഡ്ജറിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ ഒരു ടി ഷേപ്പിൽ നമ്മൾ എഴുതി ക്യാഷ് ലെഡ്ജറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൻ്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 176. ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ലെഡ്ജർ ഈസ് കാൾഡ്. റൈറ്റ് സൈഡ് നമുക്ക് എന്ത് വരും? ഡെബിറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുത്തപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് എന്ത് വരും? ക്രെഡിറ്റ് വരും. ക്രെഡിറ്റ് സൈഡാണ്. ഇത് 177ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ദ അക്കൗണ്ട്സ് ആർ ടു ബി ദ റെക്കോർഡ് ഇൻ ഡാഷ് സൈഡ്. ഓൾ ഡെബിറ്റ് അക്കൗണ്ട്സ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ഡാഷ് സൈഡ്. അപ്പോൾ നമ്മൾ ഒരു ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡെബിറ്റ് സൈഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് നേച്ചറിലുള്ള എൻട്രീസ് ആണ് എഴുതുന്നത്? ഡെബിറ്റ് ബാലൻസ് ഉള്ള നേച്ചറിലുള്ള എൻട്രീസ് ആണ് നമ്മൾ എവിടെ എഴുതുന്നത്? ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത്. നമ്മളിപ്പോൾ ലെഡ്ജർ വരയ്ക്കുമ്പോൾ ടി ഷേപ്പിൽ വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ജേണൽ ഫോളിയോ ഉണ്ട്. അടുത്തൊരു പാർട്ടിലും ഈ സെയിം സംഭവം തന്നെ. ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ജേണൽ ഫോളിയോ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡെന്നും റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് സൈഡെന്നും നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിലും സൈഡ് വൈസ് നമ്മൾ നോക്കണം. ലെഫ്റ്റ് സൈഡിൽ മറക്കരുത് ഡെബിറ്റ് സൈഡാണ് ലെഡ്ജറിൽ. ക്രെഡിറ്റ് സൈഡ് ഏത് സൈഡാണ്? റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 179. ദ ലെഡ്ജേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 5 കാറ്റഗറീസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അക്കൗണ്ട്സിനെ നമ്മൾ 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പം നമ്മൾ അസറ്റ് ലെഡ്ജേഴ്സിൽ വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. അത് അസറ്റിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ക്യാപിറ്റലിൻ്റെയൊക്കെ റൂൾ നമ്മൾ പഠിച്ചു. അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ലൈബിലിറ്റിയുടെ കേസ് നമ്മൾ പറഞ്ഞു. ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും, ലൈബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും, ലൈബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു റവന്യൂ നമുക്ക് കുറഞ്ഞു വരുന്നു. റവന്യൂ കുറയുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യും. റവന്യൂ കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എക്സ്പെൻഡിച്ചർ നമുക്ക് കൂടിക്കൂടി പോവാം, നമ്മളത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോകുന്നു, നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഒരു 5 ലെഡ്ജറിൽ വരുന്ന 5 കാറ്റഗറീസാണ് അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 180. വിച്ച് ആർ ദ പെർമനൻറ്റ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ ദാറ്റ് ആർ ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലോട്ട് നമ്മൾ ലെഡ്ജറിൽ നിന്നും ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്? പെർമനൻറ്റ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യൻ. അക്കൗണ്ട്സ് ഓഫ് അസറ്റ്, ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. നമുക്ക് വേണ്ടുന്നത് അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും. ഈ എക്സ്പെൻഡിച്ചർ, റവന്യൂ നമ്മൾ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ നമ്മൾ ലൈബിലിറ്റി, അസറ്റ്, ക്യാപിറ്റൽ ഇത് പെർമനൻറ്റ് നേച്ചറാണ്. മറ്റേത് ടെമ്പററി നേച്ചറാണ്. ഒഴിവാക്കിയ 2 എണ്ണം ഏതൊക്കെയാണ് ഒഴിവാക്കിയത്? റവന്യൂവും എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ ഒഴിവാക്കി. അത് ടെമ്പററി നേച്ചറുള്ള അക്കൗണ്ട് ആയതുകൊണ്ടാണ്. പെർമനൻറ്റ് നേച്ചറുള്ള അക്കൗണ്ട് മാത്രമേ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലോട്ട് കൊണ്ടുപോവുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പെർമനൻറ്റ് നേച്ചറുള്ള അക്കൗണ്ടുകൾ? അസറ്റ് അക്കൗണ്ട്, ലൈബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ടെമ്പററി നേച്ചറുള്ള അക്കൗണ്ട് ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ടും എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 181. വാട്ട് ആർ ദ ടെമ്പററി അക്കൗണ്ട്സ് ദാറ്റ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്? ആ ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് പറയുന്നത്. ടെമ്പററി അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ടെമ്പററി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളറിയാം ആ ഒരു വർഷം മാത്രം എഴുതി ആ ഒരു വർഷം മാത്രം എൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്ത് കളയുന്ന അക്കൗണ്ടുകളാണ്. അതിൽ വരുന്ന ബാലൻസോ കാര്യങ്ങളോ നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അപ്പം 181ാമത്തെ ക്വസ്റ്റ്യനിൽ ടെമ്പററി അക്കൗണ്ട് ഏത്? പെർമനൻറ്റ് അക്കൗണ്ടും പഠിച്ചു, ടെമ്പററി അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത 182. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ടെമ്പററി അക്കൗണ്ട്? അപ്പോൾ ഒരു ടെമ്പററി അക്കൗണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്. അതിന് നമുക്ക് പറയട്ടെ, നമ്മൾ ടെമ്പററി അക്കൗണ്ടായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നോമിനൽ അക്കൗണ്ട് എന്താണ്? ഓൾ എക്സ്പെൻസസും ക്രെഡിറ്റും ഉണ്ട്. ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ്, ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ.
ഇവിടെ നമ്മൾ റവന്യൂ റെസീപ്റ്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റവന്യൂ റെസീപ്റ്റ്സും ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, അതായത് റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റ്സുകളും മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ക്യാപിറ്റൽ ഒന്നും നമ്മൾ എടുക്കില്ല. ക്യാപിറ്റലായിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ എടുക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കില്ല. അതായത് റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. ക്യാപിറ്റൽ നേച്ചറിലുള്ള ഫിക്സഡ് അസറ്റുകൾ സെല്ല് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ എടുക്കില്ല. ഷോർട്ട് ടേമിലേക്കുള്ള റവന്യൂ റെസീപ്റ്റ്സും പേയ്മെൻറ്റുകളും മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് ഒരു വർഷത്തെ ചിലവുകളും വരവുകളും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പോൾ 2024 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങിയ സമയം തൊട്ട് എൻഡ് ചെയ്യുന്ന സമയം വരെയുള്ള ഇൻകവും എക്സ്പെൻസും മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ നമ്മൾ അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അതാണ് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് ടെമ്പററി അക്കൗണ്ട്, 182ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ടെമ്പററി അക്കൗണ്ട് എന്ന് ചോദിച്ചേക്കുന്നത്. ടെമ്പററി അക്കൗണ്ട് ഈസ് എ ഫിനാൻഷ്യൽ അക്കൗണ്ട് ദാറ്റ് റെക്കോർഡ്സ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് മാത്രം നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. അതിൽ ആൻസർ പറഞ്ഞേക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പക്ഷേ നമ്മൾ ടെമ്പററി അക്കൗണ്ടിൻ്റെ നോക്കുമ്പം ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടുകളാണ് ടെമ്പററി അക്കൗണ്ട്. നമുക്കിത് എന്ത് ഹെൽപ്പ് ടു ട്രാക്ക് ഇൻകം, എക്സ്പെൻസസ് ആൻഡ് വിഡ്രോവൽസ്. നമുക്ക് ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻകം എത്രയുണ്ട്, എക്സ്പെൻസസ് എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര വിഡ്രോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസസ് അക്കൗണ്ട്, ഇൻകം സമ്മറി അക്കൗണ്ട്, ഓണേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ടെമ്പററി അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, ഇൻകം സമ്മറി അക്കൗണ്ട്, ഓണേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 183. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ലെഡ്ജർ ഈസ് കോൾഡ്. നമ്മൾ പഠിച്ചു, നമ്മൾ പോസ്റ്റിംഗ് ആണ്. നമ്മൾ ജേണൽ എൻട്രിയിൽ നിന്നും ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് ജേണൽ എൻട്രിയിൽ നിന്നും നമ്മൾ ലെഡ്ജറിലോട്ട് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, പോസ്റ്റിംഗ് എന്നാണ്. അപ്പം ജേണലൈസിങ് എന്താണ്, നമ്മൾ ജേണലാക്കി രണ്ട് ആസ്പെക്റ്റ് ആക്കി ഡിവൈഡ് ചെയ്ത് ഡെബിറ്റ് വാട്സ് കം, ഡെബിറ്റ് വാസ് ഗോസ് ഔട്ട്, ക്രെഡിറ്റ്, അതിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജേണലൈസ് ചെയ്ത കാര്യം ലെഡ്ജറിലോട്ട് എഴുതുന്ന പ്രോസസ്സിനെ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് 184ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റെപ്സ് ഇൻ പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ ഫ്രം ദ ഡെബിറ്റ് ആസ്പെക്റ്റ് ഓഫ് എ ജേണൽ എൻട്രി. അപ്പോൾ സ്റ്റെപ്സുകളാണ്, നമ്മളൊരു ജേണൽ എൻട്രി തയ്യാറാക്കുന്നതിനുള്ള 5 സ്റ്റെപ്പുകളാണ് പറഞ്ഞു പോകുന്നത്. 5 എണ്ണം ഒന്ന് വായിക്കാം. ടേൺ ഇൻ ടു ദ പർട്ടിക്കുലർ എമൗണ്ട് ഇൻ ദ ഡെബിറ്റ് ദാറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ്. റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ദാറ്റ് ഡേറ്റ ഇൻ ദ ഡേറ്റ കോളം. Record on the debit side the other aspect of the transaction involves in a particular column. Enter the page number of the journal folio column in the accounts. Record the debit amount in the amount column of the amount in the debit side. ഇത് സ്റ്റെപ്പ് നമുക്കിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അതൊരു പിക്ചറൈസ്ഡ് ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ടി ഷേപ്പിലാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ടി ഷേപ്പിൽ എഴുതി നമ്മൾ ആദ്യം അതിനെ 2 പാർട്ടാക്കുന്നു അതിനെ. അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് വരച്ച് നോക്കുക. ഡെബിറ്റ് 2 പാർട്ടാക്കിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് എന്ന് എഴുതുക, മുകളിൽ അടുത്ത റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ ഫസ്റ്റ് ഒരു കോളം ഡേറ്റ് കോളം, അത് കഴിഞ്ഞ് പർട്ടിക്കുലേഴ്സ് കോളം, അത് കഴിഞ്ഞ് ഒരു എമൗണ്ട് കോളം. അപ്പം ഇതിൻ്റെ ഈ പർട്ടിക്കുലേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു കോളം കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ ജേണൽ ഫോളിയോ, കാരണം നമ്മൾ ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ജേണലിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ഒരു ജേണൽ ഫോളിയോ കോളം ഉണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ചെറിയൊരു ജേണൽ ഫോളിയോ, എമൗണ്ട്. ആ ഒരു പാർട്ട് തീർന്നു. അടുത്ത പാർട്ടായ റൈറ്റ് സൈഡ് പാർട്ട് ക്രെഡിറ്റ് സൈഡിൽ എന്താണ്, ഇതുപോലെ സെയിം തന്നെയാണ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇപ്പം നമ്മൾ ഒരു ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷ് ലെഡ്ജറാണ് നമ്മൾ എഴുതി തയ്യാറാക്കുന്നതെന്ന് വെച്ചോ. ഉദാഹരണത്തിന് ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കുറേ ട്രാൻസാക്ഷൻ എഴുതി ട്രാൻസാക്ഷനും ജേണൽ എൻട്രി എഴുതി വെച്ചു. അതിൽ നിന്ന് നമ്മൾ ക്യാഷ് വരുന്ന ഭാഗം ക്യാഷ് ലെഡ്ജർ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാന്ന് വെച്ചോ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ എഴുതിയ ഒരു ട്രാൻസാക്ഷനാണ് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രി എന്തിട്ടു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നിട്ടു.
ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ നിട്ടു. അപ്പം ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്തേക്കുവാണ്, ഡെബിറ്റ് ചെയ്തേക്കുവാണ് ക്യാഷ് അക്കൗണ്ടിന്. അപ്പം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പം ടി ഷേപ്പ് ഫോർമാറ്റിൽ വരുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡിലോട്ട് വരിക. ഡെബിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ പറയാം ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്. 5 ലക്ഷം രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ ഡെബിറ്റ് സൈഡ്, അപ്പം അവിടെ എഴുതിയിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പം ക്യാഷ് അക്കൗണ്ട് ആയിട്ടുള്ള ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ വന്ന് എമൗണ്ട് കോളത്തിൽ 5 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ട് ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് ലെഡ്ജറിൽ ക്യാഷ് എന്നുള്ള ഒരു ടേം എഴുതില്ല. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു നമ്മളവിടെ പറഞ്ഞേക്കാം എന്തായിട്ടാണ് നമുക്ക് ക്യാഷ് പോയത്, ക്യാപിറ്റൽ ആയിട്ടാണ് പോയത്. സോ ക്യാപിറ്റൽ എന്ന് എഴുതുക, ക്യാപിറ്റൽ എഴുതി എമൗണ്ട് 5 ലക്ഷം രൂപ എഴുതുക. അടുത്ത നമുക്ക് നോക്കിയ അടുത്ത ഒരു എൻട്രി പറഞ്ഞേക്കുന്നത് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഇട്ടത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. നമ്മൾ ക്യാഷ് ലെഡ്ജറാണ് എഴുതുന്നത്. ക്യാഷ് എന്ത് ബാലൻസ് ആണ് അവിടെ വന്നത്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം നേരെ റൈറ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൻ്റെ എമൗണ്ട് കോളത്തിൽ ഇപ്പോൾ ഒരു 50,000 രൂപയ്ക്കാണ് ഫർണിച്ചർ വാങ്ങിച്ചതെന്ന് വെച്ചാൽ 50,000 രൂപ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ എഴുതുക. അവിടെ ഒരിക്കലും ക്യാഷ് ലെഡ്ജറിൽ ക്യാഷ് എന്ന് എഴുതില്ല. അതിൻ്റെ മുകളിൽ കിടക്കുന്ന എന്താണ് ഓപ്പോസിറ്റ്, ഫർണിച്ചർ ആയിട്ടാണ് നമുക്ക് ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആയത്. അപ്പോൾ ഫർണിച്ചർ എഴുതുക, ഫർണിച്ചർ എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. എമൗണ്ട് 50,000 അപ്പുറത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക. അങ്ങനെ നമ്മൾ വരുന്നുള്ള എല്ലാ എൻട്രീസും അതിൻ്റെ ക്യാഷ് ലെഡ്ജർ എഴുതുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്യാഷ് ലെഡ്ജർ ആകുമ്പോൾ ഒരിക്കലും അതിനകത്ത് ക്യാഷ് എന്ന് എഴുതില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാണോ. അപ്പോൾ ക്യാഷിന് അവിടെ എന്ത് ബാലൻസ് ആണെന്ന് ശ്രദ്ധിച്ചോണം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ടേം എഴുതുക. അപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്, സെയിൽ ആണെങ്കിൽ സെയിൽ. ഇനി ഇത് അവസാനം ബാലൻസ് ചെയ്യണം. നമ്മൾ 2 സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. നമ്മൾ 2 സൈഡ് നോക്കുന്നു, ഏത് സൈഡാണ് എമൗണ്ട് കൂടി നിൽക്കുന്നത്. ഇപ്പം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു, അതായത് ലെഫ്റ്റ് സൈഡ് കൂടി നിൽക്കുന്നു. ഈ കൂടി നിൽക്കുന്ന ഡെബിറ്റ് സൈഡിൻ്റെ എമൗണ്ട് കോളം നമ്മൾ 2 സൈഡിലെ എമൗണ്ട് കോളത്തിൽ ബാലൻസ് ആയിട്ട് എഴുതി വെച്ചതിന് ശേഷം ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണല്ലോ കുറവ്, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം ഈ കൂട്ടി വെച്ചിട്ട് ടോട്ടൽ ചെയ്ത എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡല്ലേ കുറഞ്ഞ് നിൽക്കുന്നത്, അപ്പോൾ അവിടെയല്ലേ നമുക്ക് ആ എമൗണ്ട് വരേണ്ടത്. ആ എമൗണ്ട് വന്നാലല്ലേ നമ്മൾ ടോട്ടൽ ചെയ്തേക്കുന്ന എമൗണ്ടുമായിട്ട് ടാലി ആവുള്ളൂ. അപ്പം ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ആ എഴുതുന്ന എമൗണ്ടിനെ എന്താ പറയുന്നത്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതുന്നത്. ഈ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന സാധനം ഇയർ എൻഡിലാണ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത വർഷം പുതിയൊരു ക്യാഷ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് എന്ത് ചെയ്യണം, അത് ബ്രോഡ് ഫോർവേഡ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് മന്തിൽ അതെന്താണ്, ബാലൻസ് BD ബ്രോഡ് ഫോർവേഡ് ചെയ്യണം. അതിനെ നമ്മൾ അടുത്ത വർഷത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ബ്രോഡ് ഫോർവേഡ്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഒരു ബാലൻസ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തൊരു ക്യാഷ് അക്കൗണ്ടാണ് ലെഡ്ജറിലെടുത്തത് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ എഴുതി തയ്യാറാക്കിയത്, നമ്മൾ ജേണലിൽ നിന്ന് എങ്ങനെ ക്യാഷ് വരുന്ന എൻട്രീസ് മാത്രം എഴുതിയത് നമ്മളാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് വരെ പറഞ്ഞു. കൂടിയ വശം ഏതാണെന്ന് നോക്കുക, അത് ടോട്ടൽ ചെയ്ത് 2 വശവും ബാലൻസിൽ എഴുതുക. കുറഞ്ഞ വശത്ത് എമൗണ്ട് എത്ര രൂപയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് നോക്കി കുറഞ്ഞ വശത്ത് എഴുതിയിട്ട് അത് ബ്രോഡ് ഫോർവേഡ് ക്യാരി ഫോർവേഡ് അടുത്ത വർഷം അതെന്ത് ചെയ്യണം, ബ്രോഡ് ഫോർവേഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 185. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ദി debit side and the credit side of the accounts and ascertaining the difference on the side where the amount is less in order to make the total of the account equal is known as. നമ്മളിത് പഠിച്ചത് തന്നെയാണ്, നമ്മൾ പറഞ്ഞു വന്നതാണ്. നമ്മൾ ബാലൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് നോക്കി കൂടുതൽ ഏതാ, ഹയസ്റ്റ് ഏതാ, ലോവസ്റ്റ് ഏതാന്ന് നോക്കി അതിൽ നമ്മൾ കൂടുതലുള്ള ഭാഗം 2 സൈഡിലും എഴുതി കുറച്ച് എത്ര രൂപയാണ് കുറവുള്ളത്, അതായത് ഇപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഇനി എത്ര കൂടെ വരണം ആ താഴെ എഴുതിയ ടോട്ടൽ എമൗണ്ട് ആവാനായിട്ട്, അത് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ ബാലൻസിങ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 186. The statement prepared with the balance of the ledger account to test the arithmetic accuracy is called. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബിസിനസ് ഫേമിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാൻ വേണ്ടി
നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് ഏതാണ്? അപ്പം അതേതാണ്? ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിങ് ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് എഴുതുന്നത് എന്തിൽ നിന്നാണ്? ഈ ലെഡ്ജറിൽ വന്നേക്കുന്ന ബാലൻസുകളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ട്രയൽ ബാലൻസ് എഴുതുന്നത്. അപ്പം ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? ട്രയൽ ബാലൻസ് എഴുതാൻ വേണ്ടിയാണ്. ട്രയൽ ബാലൻസ് ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറസി അറിയാൻ വേണ്ടി. ഒരു ഓർഗനൈസേഷൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ട്രയൽ ബാലൻസ് ആണ് നമ്മൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു. ആ ഒരു ഫോർമാറ്റ് പഠിച്ചു. ടി ഷേപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് സൈഡ് വരുന്നത് റൈറ്റ് സൈഡാണ്. അത് എങ്ങനെ ഒരു എൻട്രി നമുക്ക് അതിലോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. നമ്മൾ ക്യാഷ് അക്കൗണ്ട് എഴുതി, എക്സാമ്പിളായിട്ട് ക്യാഷ് അക്കൗണ്ടാണ് എടുത്തത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ലെഡ്ജറിൽ ഒരിക്കലും ക്യാഷ് എന്ന് പറയുന്നൊരു ടേം വരില്ല, അത് ഓർത്തോണം. പക്ഷേ ക്യാഷിന് അവിടെ എന്ത് ബാലൻസ് ആണെന്ന് നോക്കിയിട്ട് ആ സൈഡിൽ വേണം നമ്മൾ ഓപ്പോസിറ്റ് വരുന്നത് എഴുതാനായിട്ട്. സോ താങ്ക് യു.